ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ 4th ഡേയിലെ നൈറ്റ് ഔട്ടാണിത്. പോകുന്ന വഴി നിറയെ ലൈറ്റ്സ് ഉണ്ടായിരുന്നു, ഫെസ്റ്റിവൽ പോലെ തന്നെ. ഞങ്ങൾ ആക്ച്വലി നൈറ്റ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി നിറയെ ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം ബാങ്കോക്ക് പാലസിലേക്ക് പോകുന്ന വഴി ആയതുകൊണ്ട് നിറയെ ലൈറ്റിംഗ് വെച്ച് അവർ സെറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഞങ്ങൾ നൈറ്റ് മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു ഈ പാലസ് ഉണ്ടായിരുന്നെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഡ്രൈവർ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ബാങ്കോക്ക് പാലസ് ഉണ്ടെന്നും രാത്രി മുഴുവൻ അവിടെ ലൈറ്റിംഗ് ആയിരിക്കുമെന്നും. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. സോ ഈ മാർക്കറ്റിന്റെ പേര് ചാങ്ചുയി അല്ലേ? ഇത് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ഒരു നൈറ്റ് മാർക്കറ്റാണ്. അപ്പോൾ ഞങ്ങളിത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ഇവർ എയ്റോപ്ലെയിൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പ്ലെയിൻ ആണെന്നാണ് അപ്പോൾ പറഞ്ഞത്. ഞാൻ നോക്കട്ടെ. This looks like a plane. റാഫയ്ക്ക് ടോയ് വാങ്ങിയാലോ? സ്ട്രീറ്റ് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൊതുവെ റേറ്റ് കുറവായിരിക്കും. ശരിക്കും ഒരു വണ്ടർ വേൾഡിൽ പോയ ഒരു ഫീലിംഗ് ആണ് നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്നത്. പലതരം ഷോപ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫ്രൂട്ട്സ് ഐറ്റംസ് വിൽക്കുന്ന കടകളും ഡ്രിങ്ക്സ് വിൽക്കുന്ന കടകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഹോൾസെയിലായിട്ടുള്ള പർച്ചേസുകളും അതുപോലെ തന്നെ ഡ്രസ്സസ്, അതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വരുന്നവർക്ക് ഫുള്ളൊരു ആംബിയൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി ഇവർ മ്യൂസിക് അതിനോടൊപ്പം തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഏരിയ ആണ്. ഇവിടെ നമുക്ക് സ്കൾപ്ചറൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹ്യൂമൻ സ്കള്ളാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ എല്ലാ കടകളിലൊക്കെ കയറിയായിരുന്നു. പ്രത്യേകിച്ചൊന്നും പർച്ചേസ് ചെയ്തില്ല. എനിക്ക് ആകെ ഒരു ഓവർകോട്ട് മാത്രമേ എടുത്തിട്ടുണ്ടാകുള്ളൂ, ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിലുടനീളം ഇതുപോലെ ഒരുപാട് ആർട്ട് വർക്ക്സ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോകുമ്പോൾ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാം. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി ഞങ്ങൾ നേരെ ഇനി ആ പാലസിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ബാങ്കോക്ക് പാലസ് അവിടെ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഔട്ട് സൈഡ് എന്നൊക്കെയുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ടൈമിൽ നമ്മളെ ഒരിക്കലും ഉള്ളിലേക്ക് കയറ്റി വിടത്തില്ല. അവർക്ക് കൃത്യമായിട്ടൊരു ടൈമിംഗ് ഒക്കെ ഉണ്ട്. മോർണിംഗ് ടു ഈവനിങ് വരെയാണ് ശരിക്കും ബാങ്കോക്ക് പാലസിൻ്റെക്ക് കയറി ചെല്ലാനുള്ള ഒരു ടൈമിങ്. പക്ഷേ ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നത് കൊണ്ടും ഞങ്ങൾ ഇപ്പോഴാണ് ഈ ഒരു പാലസ് കണ്ടത് എന്നതുകൊണ്ടും ഞങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ പുറത്ത് പോയിട്ട് അതിൻ്റെ വിഷ്വൽസ് എല്ലാം കണ്ടിട്ട് വരാമെന്ന് കരുതി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഫുൾ ലൈറ്റിംഗ് ഒക്കെ ഉള്ള ആ ഒരു ബിൽഡിംഗ് ആണ് പാലസ്. അപ്പം ഒത്തിരി നീണ്ട ഒരു പ്രദേശമാണ്. അത്രയും ഏരിയ കവർ ചെയ്തിട്ടാണ് ഈ പാലസ് ഉള്ളത്. ഏകദേശം പാലസിലേക്ക് എത്താനുള്ള 1/2 കിലോമീറ്റർ മുമ്പ് തന്നെ ഇത്രയും ലൈറ്റിങ്സ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോകുന്ന വഴി നിറയെ ഇതുപോലെ ലൈറ്റിങ്സ് ഒക്കെയാണ് ഉള്ളത്. അങ്ങനെ ഏകദേശം പാലസിനോട് അടുത്തായിട്ട് തന്നെ ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങൾക്ക് വണ്ടി നിർത്തി തന്നു. പിന്നെ ബാക്കി ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോയിട്ടാണ് കണ്ടത്. കാരണം അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടേക്കൊന്നും ഈ വെഹിക്കിൾ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. ആകെ പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രമേ അതിൻ്റെ ഏരിയയിലൂടെ പോകാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ് അങ്ങോട്ടേക്ക്. ഞങ്ങളും അതുകൊണ്ട് വളരെ സൈലൻ്റ് ആയിട്ടാണ് അതുവഴി നടന്നു പോയിട്ടുള്ളത്. പുറത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നിറയെ സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ ആ വഴി നടന്ന് പാലസിൻ്റെ അടുത്തൊക്കെ ഓൾമോസ്റ്റ് എത്തി. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് റീൽസൊക്കെ എടുത്തു. ഇവിടെ നടന്ന വേറൊരു രസകരമായ സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും നാൾ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് നടക്കുമായിരുന്നു. ഇതിപ്പം ബാങ്കോക്ക് പാലസിന് മുമ്പിൽ എത്തിയപ്പോൾ ആൾ എന്നോട് ഇങ്ങോട്ട് പറയാണ് എൻ്റെ 2-3 ഫോട്ടോ എടുത്ത് തരാൻ. അപ്പോൾ അതെനിക്ക് ഭയങ്കര രസമുള്ള കാര്യമായിട്ട് തോന്നി. എൻ്റെ ദൈവമേ, എന്താ പോസിങ്! അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഫോട്ടോസ് വീഡിയോസ് എടുത്തതിന് ശേഷം ഞങ്ങൾ വേഗം തിരിച്ച് നടക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് നടന്നു. ഇനി നിങ്ങൾ കാണുന്ന വണ്ടി സെക്യൂരിറ്റി പർപ്പസിലേക്ക് പോകുന്ന വഴിയിൽ പോലീസ് വണ്ടി ഫുൾ ടൈം ഒബ്സർവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴിയുള്ള എല്ലാ വഴികളിലൂടെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. പാലസിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ വഴികളിലൂടെയും ഒന്നും നടക്കാൻ പറ്റില്ല. ചില വഴികളിൽ മാത്രമേ നമുക്ക് വാക്കിംഗ് അലൗഡ് ആയിട്ടുള്ളൂ.
കാര്യമായിട്ട് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായിരുന്നതുകൊണ്ടും എല്ലാ വണ്ടികളും അതുവഴി കടത്തി വിടാത്തത് കൊണ്ടും കുറച്ചധികം ദൂരത്തായിട്ടായിരുന്നു ഞങ്ങൾ ടാക്സി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചധികം ദൂരം തന്നെ നടക്കേണ്ടി വന്നു വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി തിരിച്ച് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന പ്ലേസിൽ തന്നെ എത്തി. അവിടെ ടാക്കോ ബെല്ലിൽ ഞങ്ങൾ കയറി അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ നടപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യമായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നിഖിലി പോയി. ആ ടൈമിൽ ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുത്ത് കളിക്കുകയാണ്. കുറച്ചധികം നേരം ഞങ്ങൾക്ക് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്നിരുന്നാലും വന്ന ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാമതും അത് ഓർഡർ ചെയ്ത് കഴിച്ചു. അങ്ങനെ ടാക്കോ ബെല്ലിൽ നിന്ന് ഞങ്ങൾ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് അവിടെ ആകെ അവർ പെപ്സി മാത്രമാണ് തന്നിട്ടുണ്ടായിരുന്നത് ഡ്രിങ്ക്സ് ആയിട്ട്. അപ്പോൾ പെപ്സി കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും ടാക്കോ ബെല്ലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നല്ല റേറ്റാണ്. ചായക്ക് 160 ബാട്ടായിരുന്നു. ഞങ്ങൾ കൊച്ചു ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്